So once again welcome back. നമ്മൾ third year സ്റ്റുഡൻസിന്റെ ക്ലാസ് ആയിരിക്കും ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു once or twice in a week നമ്മൾ third yearന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ബേസിക് എലാബറേഷൻ അതുപോലെ തന്നെ നമ്മളുടെ എപ്പിഡെമിയോളജിയിലെ രണ്ട് ടോപ്പിക്കുകൾ കൊഹോർട്ട് ആൻഡ് കേസ് കൺട്രോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റഡി ഡിസൈൻ ആയിട്ടുള്ള കേസ് കൺട്രോൾ സ്റ്റഡി അതുപോലെ തന്നെ കൊഹോർട്ടും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്നുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളറിയാം നമുക്ക് ഏതൊരു സ്റ്റഡിയെ നമുക്ക് എന്താക്കി തിരിക്കാം, 3 പാർട്ടുകളാക്കി തിരിക്കാം. ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നത്, അതിനാണ് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയും. പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഡി ഡിസൈൻസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മുന്നത്തെ കാര്യങ്ങളാണ് എന്ത്, നമ്മളുടെ കേസ് കൺട്രോൾ കൊഹോർട്ട് സ്റ്റഡി ഡിസൈൻസുകളൊക്കെ. ഇനി ഇന്റർവെൻഷണൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏജന്റിനെ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം നമ്മൾ അവിടെ ഇന്റർവെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ് ഇന്റർവെൻഷണൽ സ്റ്റഡിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്ത ഹൈപ്പോത്തസിസിനെ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇന്റർവെൻഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നമുക്കറിയാം നമ്മളൊരു ഇന്റർവെൻഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മളൊരു ഡ്രഗ് കണ്ടുപിടിക്കുന്നത് എന്താണ്, ആ ഒരു ഡ്രഗ് അവിടെ ഇന്റർവെയിൻ ചെയ്യുന്നുണ്ട് ആ ഡിസീസിന്റെ പ്രോഗ്രസ്സിൽ. മറ്റേതെന്താണ്, സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ. അവിടെ നമ്മൾ എന്താണ്, ഒരു ഇന്റർവെൻഷൻ ഒന്നും നടത്തുന്നില്ല, ഓൾറെഡി സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഏജന്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇന്റർവീൻ ചെയ്യുന്നതിനാണ് ഹൈപ്പോത്തസിസ് കൺഫേം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ത് എന്ന് പറയുന്നത്, നമ്മളുടെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ആണ് നമ്മുടെ തേർഡ് എസ് എന്ന് പറയുന്നത് എപ്പിഡെമിയോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് RCT ആണോ അല്ലെങ്കിൽ കൊഹോർട്ട് ആണോ കേസ് കൺട്രോൾ ആണോ എന്നുള്ളത് തിരിച്ചറിയാം എന്നുള്ളത് നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ എൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൊഹോർട്ടും കേസ് കൺട്രോളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തസിസ് എങ്ങനെ കൺഫേം ചെയ്യും, അപ്പോൾ അതിന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. 2017 സപ്ലിമെൻ്ററിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, Dr. Meera is a medical officer in a primary health center. Dengue is rampant in that region. Patient brings her a strip of capsules that given by a local health practitioner who claims that this medication will prevent thrombocytopenia. ഓക്കെ, സോ നമ്മളൊരു ഹെൽത്ത് സെൻ്ററിൽ പോയി, അവിടെ ഡോക്ടർ മീര എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഡെങ്ക് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ത്രോംബോസൈറ്റോപീനിയക്ക് ഒരു ലോക്കൽ പ്രാക്ടീഷണർ ഈ ഒരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടർ മീര ഡിസൈഡ്സ് ടു സ്റ്റഡി ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മാർക്ക് എസ്സേ ആണ് വരാറുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റഡി ഡിസൈൻ ഷുഡ് യൂസ് ആൻഡ് വൈ? ഓക്കെ, അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡിയാണ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവെൻഷൻ നടത്തിയതിന് ശേഷം അത് സക്സസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ്. ഡിസ്ക്രൈബ് ദ ബ്രീഫ് സ്റ്റെപ്സ് ഓഫ് ദി സ്റ്റഡി. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ പാർക്കിൽ RCTയുടെ സ്റ്റെപ്സ് ഒരു ഒഫീഷ്യൽ ഒരു പാരഗ്രാഫിൽ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സ് അതേ സെന്റൻസോട് കൂടിയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അതായത് അത് കോമൺ ആണ്, എല്ലാത്തിനും ജനറലൈസ്ഡ് ആയിട്ട് അത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഹൗ വിൽ യു അനലൈസ് ദ ഡാറ്റ ദാറ്റ് ഷീ ഹാസ് ഗാതേർഡ്, അതാണ് അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റഡി ഡിസൈൻ ആൻഡ് വൈ എന്നുള്ളതിന് 2 മാർക്സും സ്റ്റെപ്സ് ഓഫ് സ്റ്റഡിക്ക് 4 മാർക്സും പിന്നെ ഹൗ വിൽ യു അനലൈസ് ദ ഡാറ്റ ഷീ ഗാതേർഡിന് 4 മാർക്സും ഈ രീതിയിലാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജനറൽ സ്റ്റെപ്സ് ഈ ക്ലാസ്സിന്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഹൗ വിൽ യു അനലൈസ് ദ ഡാറ്റ ഷീ ഗാതേർഡ്, RCTയുടെ അനാലിസിസ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് RCT എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ഡ്രഗ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മുടെ ഫാർമക്കോളജിക്കൽ പാർട്ട് ഓഫ് ദ ഡ്രഗ് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബേസിക് സ്റ്റെപ്സ് ആ എസ്സേ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്.
അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് ക്ലിനിക്കൽ ട്രയൽസിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ സ്റ്റെപ്പ്, അതായത് ഈ ഒരു എസ്സേയുടെ ആൻസർ എഴുതുന്ന മുന്നേ ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്റ്റഡി ഡിസൈൻ RCT ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ആൻ ഇൻ്റർവെൻഷൻ. ആ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ആ ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ RCT ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ 4 ഫേസുകളാണ് വരുന്നത്. ഫേസ് 1, 2, 3, 4. ഇതിൽ ഫസ്റ്റ് ഫേസിൽ നമുക്ക് വരുന്നത് നമ്മളുടെ മാക്സിമം ഡോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു പുതിയ ഡ്രഗിൻ്റെ മാക്സിമം ഡോസ്, ടോളറേറ്റഡ് ഡോസ് എത്രയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് അതിൻ്റെ എഫിക്കസി, അതായത് പേഷ്യൻസിൽ എഫിക്കസി എത്രയാണ്, എഫിഷ്യൻ്റ് ആണോ ആ ഡ്രഗ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തേർഡ് ഫേസിലാണ് നമ്മൾ RCT എന്ന് പറയുന്ന സ്റ്റെപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രഗ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റിലീസ് ചെയ്ത ഡ്രഗിനെ നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ADR മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഫേസ് 4ൽ വരുന്നത്. അതിന് മറ്റൊരു പേരുണ്ട്, പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്ന് പറയും. ഒരു ഡ്രഗ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവൈലൻസ്. അപ്പോൾ ഈ കേസിൽ എന്താണ്, ത്രോംബോസൈറ്റോപീനിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫേസ് 1 എന്ന് പറയുന്നത് മാക്സിമം ടോളറേറ്റഡ് ഡോസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി എസ്സേ വരിക, പുതിയൊരു ഡ്രഗിൻ്റെ നെയിമിൽ ബേസ് ചെയ്തിട്ട്. തേർഡ് സ്റ്റെപ്പാണ് RCT. അത് നമുക്ക് എലാബറേറ്റ് ചെയ്യാനുണ്ട് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ ADR മോണിറ്ററിങ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിടാം. സോ വി ആർ ഗോയിങ് ടു ടേക്ക് RCT ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞിട്ട് RCTയെ കുറിച്ച് നമ്മൾ എലാബറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർക്കിലുള്ള RCTയുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്ത് ചെയ്യാം, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ബോക്സ് വരച്ച ശേഷം അതിൽ സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എഴുതി വെക്കും. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എഴുതേണ്ടത് അപ്ലൈയിങ് ദിസ് സ്റ്റെപ്സ് ടു അവർ സിനാരിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കഥയിലേക്ക് ഈ ജനറലൈസ്ഡ് സ്റ്റെപ്സിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഒരു അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് RCTയിലേക്ക് ഡെപ്ത് ആയിട്ട് നമുക്ക് ചെല്ലാം. ഓക്കെ, അപ്പോൾ എന്താണ് RCT എന്നുള്ളതാണ്. അപ്പോൾ RCTയുടെ ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ്. എന്താണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ? അപ്പോൾ ഈ 3 വേർഡിനെ നമ്മൾ മുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ റാൻഡമൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് നോൺ ചാൻസ് ആണ് എല്ലാ പാർട്ടിസിപ്പൻസിനും. അതെന്താണെന്നുള്ളത് നമ്മുടെ എൻഡ് ഓഫ് ഡിസ്കഷനിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, എപ്പിഡമിയോളജിയുടെ ഗോൾഡൻ റൂളാണ്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു കമ്പാരിസൺ ഗ്രൂപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കൺട്രോൾ എന്നുള്ള ടേം ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ട്രയലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു ന്യൂ ഡ്രഗാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ RCT ഈസ് ദ ബെസ്റ്റ് സ്റ്റഡി ഡിസൈൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് RCTയുടെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ന്യൂ ഡ്രഗിൻ്റെ പേരാണെന്ത്, സപ്പോസ് അത് നമുക്ക് M എന്നതിരിക്കട്ടെ. ഓക്കെ, പുതിയ ഒരു ഡ്രഗ്. അതേപോലെ തന്നെ ഓൾഡർ ഡ്രഗിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ A എന്നുള്ള ലെറ്റർ കൊണ്ട് ഡെപിക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സിനാരിയോ എന്താണ്, നമ്മളുടെ നാട്ടിൽ ഡെങ്കു റാമ്പൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഡെങ്കുക്ക് അറിയാം, ഡെങ്കു അടിച്ചു പോയ ഒരു പേഷ്യൻറ്റിന് യൂഷ്വലി പ്ലേറ്റ്ലെറ്റ് ഭയങ്കര റെഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മുടെ ക്ലോട്ടിങ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ, ക്ലോട്ടിങ് പ്രോസസ്സൊക്കെ വീക്കായിരിക്കും. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രോംബോസൈറ്റോപീനിയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഡ്രഗാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ലോക്കൽ പ്രാക്ടീഷണർ കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ M എന്നിരിക്കട്ടെ. A എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് പിന്നെ കമ്പാരിസൺ ഗ്രൂപ്പിന്, അതായത് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് ഉണ്ട്, അതായത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ, ഈ M എന്ന് പറയുന്ന ഡ്രഗ് വരുന്നതിന് മുന്നേ. അതല്ല, അങ്ങനെ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചിട്ടേ ഇല്ലാത്തൊരു ഡിസീസ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസിബോ എന്ന് പറയും. പ്ലാസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പിന് നമ്മളുടെ പുതിയ ഡ്രഗും കൊടുക്കും, ഒരു ഗ്രൂപ്പിന് സപ്പോസ് ഒരു സാധാ പച്ചവെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇൻട്രാമസ്കുലർ ആയിട്ട് വെറുതെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് കൊടുക്കാം. ഈ രീതിയിൽ എന്താണ്, നമ്മൾ പേഷ്യൻസിന് എന്ത് ചെയ്യും, കൊടുക്കുന്ന ഒരു പ്രോസസ്സ്. അത് ഓൾഡ് ഡ്രഗ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു പ്ലാസിബോ ആവാം എന്ന് നമുക്ക് പറയാൻ പറ്റും.
പ്ലാസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാട്ടർ മാത്രമായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ നോർമൽ സലൈൻ ഇഞ്ചക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡൈ നമുക്ക് പേഷ്യൻറ്റിന് എന്തൊരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു തോന്നാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 2 ഡ്രഗുകളാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RCT എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റഡി പോപ്പുലേഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ 200 പീപ്പിളാണ്. ഓക്കെ, 200 പീപ്പിളാണ് സപ്പോസ് ചെയ്തോളൂ. ഞാൻ 200 ആളെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം ഞാൻ എന്ത് ചെയ്തു, 2 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, അതായത് ഞാൻ M എന്ന് പറയുന്ന ന്യൂ ഡ്രഗ് കൊടുക്കുന്ന ഗ്രൂപ്പ്. മറ്റേത് ഞാൻ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്നറിയോ, കൺട്രോൾ അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. കൺട്രോൾ അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പ്, ഇത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. ഓക്കെ, നമ്മളുടെ ഇൻ്റർവെൻഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. എക്സ്പെരിമെൻ്റൽ നമ്മളുടെ ആ പുതിയ ഡ്രഗിൻ്റെ ഇൻ്റർവെൻഷൻ ചെയ്യുന്ന ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ M എന്ന് പറയുന്ന ന്യൂ ഡ്രഗും അതിന് ഞാൻ സപ്പോസ് 100 പീപ്പിളിൽ ഞാനിവിടെ 100 പീപ്പിളിൽ പുതിയ ഡ്രഗ് കൊടുത്തു, അല്ലെങ്കിൽ 100 പീപ്പിളിന് ഞാൻ എന്ത് ചെയ്തു, പ്ലാസിബോ അല്ലെങ്കിൽ പഴയ ഡ്രഗും കൊടുത്തു. ഓക്കെ, O എന്ന് പറയുന്ന ഒരു ഓൾഡ് ഡ്രഗ്, അല്ല A എന്ന് പറയുന്ന ഓൾഡ് ഡ്രഗ് അല്ലേ, ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയോ, ഞാൻ ത്രോംബോസൈറ്റോപീനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഒരു ഇൻ്റർവെൻഷണൽ ഗ്രൂപ്പിൽ ഞാൻ ഈ 100 പേഷ്യൻസിൽ ഈ M എന്ന് പറയുന്ന പുതിയ ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു, ഈ എക്സ്പെരിമെൻ്റൽ ഡ്രഗ് കൊടുത്തതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് സപ്പോസ് ഒരു 70% ഓഫ് പേഷ്യൻസിനും എന്ത് സംഭവിച്ചു, ത്രോംബോസൈറ്റോപീനിയ മാറി. സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ത്രോംബോസൈറ്റോപീനിയ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 100 പേഷ്യൻസിൽ 70 പേഷ്യൻസിൽ എന്ത് സംഭവിച്ചു, ത്രോംബോസൈറ്റോപീനിയ മാറി, ഈ M എന്ന് പറയുന്ന ന്യൂ ഡ്രഗ് കൊടുത്തതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട്. ഇനി കൺട്രോൾ അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ M കൊടുത്തിട്ടില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ A എന്ന് പറയുന്ന ഡ്രഗാണ് 100 പേഷ്യൻസിന് കൊടുത്തത്. ആ സമയത്ത് അത് A എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള പണി. ഇനി നമ്മൾ കൺട്രോൾ അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പിൽ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 3 ഓപ്ഷൻസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് A, B, C എന്നുള്ള രീതിയിൽ എഴുതാണ്. അത് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, വൺ തിങ് ഈസ് A എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും, ഒരു പുതിയൊരു ഡ്രഗ് കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു ഡിസീസിന് നമ്മൾ പുതുതായിട്ട്, ഇപ്പോൾ കൊറോണക്ക് നമ്മൾ ആദ്യമായിട്ടൊരു മെഡിസിൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിൽ എന്താണ്, നമുക്ക് വേറൊരു ഡ്രഗേ ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, കൺട്രോൾ ഗ്രൂപ്പിന് നോ ഡ്രഗ്സ് ഗിവൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നമ്മൾ എന്താണ്, പാരസെറ്റമോളിന് പകരമായിട്ടുള്ള ഒരു ഡ്രഗാണ് നമ്മൾ പുതുതായിട്ട് കണ്ടെത്തുന്നത്. സപ്പോസ് ചെയ്യുക ഈ M എന്ന് പറയുന്ന ന്യൂ ഡ്രഗ് നമ്മൾ പാരസെറ്റമോളിന് അതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഡ്രഗാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്താണ്, പഴയൊരു ഡ്രഗ് ഉണ്ട്, അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കമ്പയർ ചെയ്യണം. അതിനേക്കാളും ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ പുതിയ ഡ്രഗ് റിലീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കൺട്രോൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓൾഡർ ഡ്രഗ്, സപ്പോസ് ഈ ഒരു കേസിൽ ഞാൻ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാരസെറ്റമോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പുതുതായിട്ട് കണ്ടെത്തുന്ന ഒരു സ്റ്റഡിയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാസിബോ കൊടുക്കുക എന്ന് പറയാം. ഓക്കെ, പ്ലാസിബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പേഷ്യൻറ്റിനെ ശരിക്കും പറ്റിക്കുകയാണ്. അതായത് ഒരു ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യാണ് നമ്മൾ പുതിയൊരു ഡ്രഗിന് പകരം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു നോൺ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ, ഒരു എഫക്റ്റും ഇല്ലാത്ത ഒരു പ്ലെയിൻ മെഡിസിൻ, അല്ലെങ്കിൽ ഒരു മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുളിക പ്ലെയിനായിട്ട് ചുമ്മാ നമ്മൾ ജീരക മിഠായിയൊക്കെ കൊടുക്കുന്ന പോലെ പേഷ്യൻസിന് കൊടുക്കുക. അപ്പോൾ എന്താണ്, കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ സൈക്കോളജിക്കലി നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഞങ്ങളെന്തോ മെഡിസിൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും. അത് ചിലപ്പോൾ നോർമൽ സലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡൈ ഫില്ല് ചെയ്ത നോർമൽ സലൈൻ ആവാം. ആ രീതിയിലൊക്കെ വരാറുണ്ട്. അതാണ് പ്ലാസിബോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് കൺട്രോൾ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേസിൽ എന്ത് തിരഞ്ഞെടുക്കും, ത്രോംബോസൈറ്റോപീനിയക്ക് നമുക്കൊരു പുതിയ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഓൾഡർ ഡ്രഗ് എന്തായാലും ഉണ്ടായിരിക്കും. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ്ലെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓൾഡർ ഡ്രഗ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ചോയ്സാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾഡർ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സപ്പോസ് ചെയ്യാം ഈ എ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇപ്പോൾ 70% പേഷ്യൻസിന് ത്രോംബോസൈറ്റോപീനിയ മാറി. എ കൊടുത്തു കഴിഞ്ഞാൽ ഈ 100 പീപ്പിളിൽ അറൗണ്ട് ഒരു 5 പീപ്പിളിനെ മാറിയിട്ടുള്ളൂ.
സപ്പോസ് ലെറ്റ് ഇറ്റ് ബി 5 പീപ്പിളിന് എന്ത് ചെയ്തു, നോ ഡ്രഗ്സ് ഗീവൺ, അവർക്ക് എന്ത് ചെയ്യാം, ഈ 100 കൊടുക്കാതെ 5 പേർക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ അനാലിസിസ് എന്താണ്, ഈ ഡ്രഗ് എഫിക്കസി കൂടിയ ഒരു സാധനമാണ്. കാരണം എന്താണ്, 5 to 70% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ ഡിസീസിനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതാണ് നമ്മൾ എ ചെയ്യുന്നത് ആണ് എന്നുണ്ടെങ്കിൽ. നമുക്ക് ബി ആണ്, അല്ലെങ്കിൽ ഓൾഡർ ഡ്രഗ് ഉള്ള ഒരു ഡിസീസാണ്. നമ്മളുടെ ഈ ഒരു കേസിൽ നമുക്കറിയാം, ഈ ഒരു ഡ്രഗ് കൊടുത്തപ്പോൾ 70% പേഷ്യൻസിൽ മാറി. ഇനി കൺട്രോൾ ഗ്രൂപ്പിൽ 70% മാറിയില്ല. ഓൾഡർ ഡ്രഗിന് 50% ആളുകളുടെ ഡിസീസ് മാറ്റാനേ കഴിവുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, 100ൽ. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, 50%ഉം 70% നോക്കുമ്പോൾ നമുക്കറിയാം 70 more than 50. അപ്പോൾ പുതിയ ഡ്രഗാണ്, അടിപൊളി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളുടെ സ്റ്റഡി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ്, ഈ ഒരു ഡ്രഗ് അടിപൊളിയാണ് എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, EM എന്ന് പറയുന്ന പുതിയ ഡ്രഗ് ത്രോംബോസൈറ്റോപീനിയക്ക് ഓക്കെ ആണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത്, നമ്മൾ സി അല്ലെങ്കിൽ പ്ലാസിബോ ആണ് കൊടുത്തത് കൺട്രോൾ ഗ്രൂപ്പിന്. ഇവിടെ നമ്മളുടെ പുതിയ ഡ്രഗ് കൊടുത്തപ്പോൾ 70% പീപ്പിളിന് മാറി. ഇനി സി ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20% ഗ്രൂപ്പിന് മാറി എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ടെസ്റ്റിൻ്റെ, അതായത് എം എന്ന് പറയുന്ന ഡ്രഗ് അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിങ്ങിന് വേണ്ടി phase 4ലേക്ക് ഈ ഡ്രഗിനെ മാറ്റിവെക്കാം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡി നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ RCTയുടെ സ്റ്റെപ്സ് വരുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഈ സ്റ്റഡി ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ 100 പേഷ്യൻസിൽ 70 പേഷ്യൻസിനാണ് നമുക്ക് ഓക്കെ കിട്ടിയത്. ബാക്കി 30 പേഷ്യൻസിൽ നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത്, ഓക്കെ, ഈ പേഷ്യൻറ്റിന് എം എന്ന് പറയുന്ന ഡ്രഗ് കൊടുത്ത സമയത്ത് ചില ആളുകൾ ടെസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, എനിക്കിങ്ങനെ പുതിയ ഡ്രഗൊന്നും എൻ്റെ മേത്ത് പരിശോധിക്കാൻ കഴിയില്ല, ഞാൻ അതിന് ടെസ്റ്റിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സൈൻ വാങ്ങിയിട്ടാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. കരാറൊക്കെ വാങ്ങി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരുമെന്നുള്ള രീതിയിൽ നമ്മളൊരു കരാറൊക്കെ എഴുതിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, യൂഷ്വലി ഇങ്ങനെ ഒരു സ്റ്റഡി ഡിസൈനിൽ നമ്മൾ പാർട്ടിസിപ്പൻസിനെ ചൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഈവൻ അങ്ങനെ ചെയ്യുമ്പോൾ പോലും എന്താണ്, ഈ ഒരു 30ൽ കുറച്ച് പേര് ഡ്രോപ്പ് ഔട്ട് ആണ്. ഒരു സപ്പോസ് 10% ആളുകൾ ഞാൻ ഇതിനെ എത്തിക്കലി എനിക്ക് വില്ലിങ് അല്ല, അതുകൊണ്ട് ഞാനിതിന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഡെത്ത് സംഭവിക്കാം പേഷ്യൻസിന്. എന്താണ്, ഒരു 2 പേര് എന്ത് ചെയ്യാണ്, ഈ 100 സ്റ്റഡി പോപ്പുലേഷനിൽ മരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരു ഇതോടുകൂടി തന്നെ നമ്മളുടെ ഡാറ്റാസ് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും, ഓക്കെ, എത്ര പേരിൽ ആ ഡ്രഗ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കി ഡിവൈഡഡ് ബൈ ടോട്ടൽ എക്സ്പെരിമെൻ്റൽ പോപ്പുലേഷൻ. അതേപോലെ തന്നെ ഇത് കൺട്രോൾ ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മളുടെ കൺട്രോൾ പോപ്പുലേഷൻ. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ നോക്കും. എന്നിട്ട് ഇതിൽ ഏതാണോ അടിപൊളി പെർസെൻറ്റേജ്, ഇഫ് ദിസ് ഈസ് ഗുഡ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനേക്കാളും നല്ലത് ഇതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി ഓക്കെ ആണ് എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റഡി. ഈ സ്റ്റഡിയുടെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു ന്യായം ഫോം ചെയ്യണം. അതായത് ഈ ഒരു ഗുളിക, ഇതിൻ്റെ ഈ ഒരു മെഡിസിൻ എന്താണ്, ഇതിന് എഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കണം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു, നമ്മൾ കേസ് കൺട്രോളിലും കൊഹോട്ടിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ എന്താണ്, ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ ഒരു മെഡിസിൻ ത്രോംബോസൈറ്റോപീനിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2020-21 കാലയളവിൽ 40 to 50 ഇയേഴ്സ് ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് ത്രോംബോസൈറ്റോപീനിയ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു മെഡിസിൻ എഫക്റ്റീവ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എന്ത് ചെയ്തത്, ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തത്. അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് പിന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു RCT ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്.
അപ്പോൾ എസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുക. പിന്നെന്താണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റഡി ഡിസൈൻ RCT ആണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ RCT ചൂസ് ചെയ്തു എന്ന് പറയാം. ഇനി RCTയുടെ സ്റ്റാൻഡേർഡ് സ്റ്റെപ്സ് നമ്മളുടെ പാർട്സിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ഒരു സ്റ്റെപ്സിനെ, ജനറൽ സ്റ്റെപ്സിനെ നമ്മളുടെ ഈ സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അപ്ലൈയിങ് ദിസ് പ്രിൻസിപ്പിൾസ് ടു അവർ സിനാരിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കഥ പോലെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഞാൻ എടുത്തിട്ടുള്ള റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള ത്രോംബോസൈറ്റോപീനിയ ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഗ്രൂപ്പാണ്. നമ്മളുടെ ഇൻ്റർവെൻഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ത്രോംബോസൈറ്റോപീനിയ കൊടുത്ത ഗ്രൂപ്പാണ്. ഈ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ സ്റ്റെപ്സിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത ശേഷം അനാലിസിസ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇൻ്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്ത ആളുകൾ, ഇൻ്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യാത്ത ആളുകൾ ഡിവൈഡഡ് ബൈ എക്സ്പെരിമെൻ്റൽ പോപ്പുലേഷൻ, ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇൻ്റർവെൻഷൻ പോപ്പുലേഷൻ്റെയും നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, കൺട്രോൾ ഗ്രൂപ്പിൻ്റെ പോപ്പുലേഷൻ്റെയും നമുക്ക് എന്ത് ചെയ്യും, ഒരു പെർസെൻറ്റേജ് കിട്ടും. അതിൽ രണ്ടിൻ്റെ പെർസെൻറ്റേജ് കമ്പയർ ചെയ്യാം. എന്നിട്ട് ഫൈനലായിട്ട് നമ്മളൊരു ബോക്സ് വരച്ച ശേഷം ഫ്രം ദിസ് സ്റ്റഡി നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഡ്രഗ് M എന്ന് പറയുന്നത് ഈസ് എഫിഷ്യൻറ്റ്. ഓക്കെ, ഈ ഒരു എസ്സേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡ്രഗ് M ഈസ് എഫിഷ്യൻറ്റ് ഫോർ ത്രോംബോസൈറ്റോപീനിയ ട്രീറ്റ്മെൻറ്റ് ഇൻ 2020-21 ഇയറിൽ 40 to 50 ഇയേഴ്സ് നമ്മൾ സ്റ്റഡി പോപ്പുലേഷൻ സ്പെസിഫൈ ചെയ്യണം. 40 to 50 ഇയേഴ്സ് ഓഫ് മലപ്പുറം ഡിസ്ട്രിക്റ്റ്. ഇതാണ് നമ്മളുടെ ഫൈനൽ, നമ്മളുടെ സ്റ്റഡിയുടെ ഡിസൈൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി നമ്മളുടെ ഒരു ബോക്സ് വരച്ച ശേഷം നമ്മളുടെ എസ്സേ ക്വസ്റ്റ്യൻ അവിടെ വൈൻഡപ്പ് ചെയ്യും. ഈ രീതിയിലാണ് RCTയുടെ ആൻസറിങ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ RCTയുടെ ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, സംടൈംസ് ദർ മേ ബി എ ചാൻസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ ഞാൻ ത്രോംബോസൈറ്റോപീനിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂയർ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 200% ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 100% പുതിയൊരു M ഡ്രഗ് കൊടുത്തു. 100 പേഷ്യൻസിൽ ഞാൻ ഓൾഡർ ആയിട്ടുള്ള A എന്നുള്ള ഡ്രഗാണ് കൊടുത്തത്. ഓക്കെ, ഇനി ഞാനൊരു മരുന്ന് കമ്പനിക്കാരൻ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്റ്റഡിയിൽ എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അറിയാം, സെലക്ഷൻ ബയാസ് എന്ന് പറയും. ഓക്കെ, സെലക്ഷൻ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയുക, നമ്മളുടെ കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ. അതായത് നമുക്കിപ്പോൾ മലയാളത്തിൽ എന്ത് പറയാം, ഉഡായിപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉഡായിപ്പ്. ഓക്കെ, അപ്പോൾ ഞാനൊരു മരുന്ന് കമ്പനിക്കാരനാണ് എന്ന് വിചാരിക്കുക. ഈ M എന്ന് പറയുന്ന മെഡിസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്, ഈ കമ്പനിയുടെ MD ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്താണ്, ഈ ഡ്രഗ് എങ്ങനെയെങ്കിലും മാർക്കറ്റിൽ റിലീസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഡ്രഗിന് ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റിങ്ങിൽ റിലീസ് ചെയ്യണം. അതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ 100 പേഷ്യൻസും എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്താണ്, ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, യൂഷ്വലി 1 lakh പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉള്ള ആളാണ് ഞാൻ ഈ സൈഡിൽ എടുത്തത്. ഈ സൈഡിൽ 50,000 ആണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉള്ള ആളെയും എടുത്തത് ഈ 100ൽ. അപ്പോൾ ഞാൻ എന്താണ്, ഈ കമ്പനിയുടെ MD ആയതുകൊണ്ട് തന്നെ എൻ്റെ ലക്ഷ്യം എന്താണ്, ഈ 1 lakh നിന്ന് എങ്ങനെയെങ്കിലും നോർമൽ റേഞ്ചായ 1.5 lakhലേക്ക് എത്തിച്ചാൽ മതി പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഇവിടെ എന്താണ്, 50Kയിൽ നിന്ന് 1.5 lakhലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ചതി, അതായത് ഈ 100 പേരെ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ച ഈ ഉഡായിപ്പ്, ഈ 1.5 lakh ഉള്ള ആളെന്താണ് ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണ്, കുറച്ചും കൂടി വേഴ്സൻഡ് പേഷ്യൻസിനെ, അതായത് A എന്നുള്ള ഡ്രഗ് ഓക്കെ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചും കൂടി വേഴ്സൺ, അതായത് കുറച്ചും കൂടി ദുരന്തത്തിലുള്ള ആളുകളെ പിടിച്ചിട്ടു. ഇവിടെ കുറച്ചൊക്കെ ഒരു ഓക്കെ ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉള്ള ആളെയും പിടിച്ചിട്ടു. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് നമ്മളെന്താ, പേഷ്യൻസിനെ, അതായത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും കൺട്രോൾ ഗ്രൂപ്പിനെയും സെലക്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ച ഈ ഒരു ഉഡായിപ്പ്, അതിന് പറയുന്ന പേരാണ് സെലക്ഷൻ ബയാസ്. ഓക്കെ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും റാൻഡമൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നത്.
ഓക്കെ, ഇത് ശരിക്കും റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസും ഓൾ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം, രണ്ട് ഗ്രൂപ്പിൻ്റെ ഇടയിലും ഈക്വലി ഡിവൈഡ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലി ഡിവൈഡ് ചെയ്യണം. അതെന്താണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിൻ്റെ ഒരു കീ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ആൻസർ ചെയ്തതിന് ശേഷം ഒരു സെലക്ഷൻ ബയാസിനെ കുറിച്ച് ഒന്നോ രണ്ടോ സെൻറ്റൻസ് കൂടി എഴുതിയാൽ എന്താണ് ആ ആൻസർ ഷീറ്റ് പക്ക ആൻസർ ഷീറ്റായി. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ബയാസ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്, റാൻഡമൈസേഷൻ ആണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ 100 പേഷ്യൻസിൽ എന്താണ് 50K ഉള്ള 50 പേഷ്യൻസിന് ഞാൻ എടുക്കണം, 1.5 lakh ഉള്ള 50 പേഷ്യൻസിന് ഞാൻ എടുക്കണം. അതേപോലെ ഡ്രഗ് കൊടുക്കാതെ, അതായത് ഡ്രഗ് ഗ്രൂപ്പിലും എന്ത് ചെയ്യണം, ഇതേ പ്രോപ്പർട്ടീസ് ഞാൻ ഈക്വലി എടുക്കണം, 50-50 എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രഗ് മെയിൽസിലാണ് എന്താണ് മോസ്റ്റ് എഫിക്കസ് എന്ന് നമുക്കറിയാം ഓൾറെഡി, ആദ്യം ഈ MDക്ക് അറിയാം എന്ന് സപ്പോസ് ചെയ്തോളൂ. അതേപോലെ ഈ ഒരു ഫീമെയിൽസിലാണ് പഴയ ഡ്രഗ് എഫിക്കസ് എന്ന് അറിയാം. അപ്പോൾ മെയിൽസിലാണ് ഈ ഡ്രഗും എഫിക്കസി എന്ന് എന്താണ് MDക്ക് അറിയാം. രണ്ട് ഡ്രഗും മെയിൽസിലാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് അറിയാം. അപ്പോൾ ഈ എന്താണ് ഈ ഈ മെഡിസിൻ കമ്പനിക്കാരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്ന ഒരു ചീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഡായിപ്പാണ്. എന്താ കാണിക്കാൻ പോകുന്നത്, മെയിൽസിൽ 90 പേഷ്യൻസിന് ഇവിടെ എടുത്തു, പിന്നെ 10% ഫീമെയിൽസിനെ എടുത്തു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്തു, 10% മെയിലും 90% ഫീമെയിലും എടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ലക്ഷ്യം നടന്നു. എന്താണ്, ഡ്രഗ് എന്താണ് ശരിക്കും മെയിൽസിലാണ് മോർ എഫിക്കസ്. പക്ഷെ ഞാൻ ഇവിടുത്തെ സ്റ്റഡി പോപ്പുലേഷൻ എന്താണ്, ഒരുപാട് ഫീമെയിൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ ലക്ഷ്യം എന്താണ്, എന്നുള്ള മരുന്നിനെ തളർത്തുക എന്നുള്ളതായിരുന്നു. അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, റാൻഡമൈസേഷൻ ചെയ്യണം. റാൻഡമൈസേഷൻ ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മളുടെ സ്റ്റഡി പോപ്പുലേഷനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും അതേപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പും ആക്കി മാറ്റുന്ന ആ ഒരു ഡിവിഷൻ പോയിന്റ്, അതായത് 200നെ 100 ആക്കി മാറ്റുന്ന സമയത്ത് ഈക്വലി ഡിവൈഡ് ചെയ്യണം. ഇതിലും 50% മെയിൽസ് വേണം, ഇതിലും 50% മെയിൽസ് വേണം. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റാൻഡമൈസേഷൻ. അല്ലെങ്കിൽ റാൻഡമൈസേഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു. ഈക്വൽ ചാൻസ് കൊടുക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിച്ചേരണം, എന്നാലും നമ്മുടെ സ്റ്റഡി ഡിസൈൻ ഓക്കെ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ബയാസ് എന്താണ്, റാൻഡമൈസേഷൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർക്സിൽ എഴുതിയിട്ടുള്ള ഒഫീഷ്യലി എഴുതിയിട്ടുള്ള RCTയുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് നമുക്കൊരു ഒഫീഷ്യൽ ഫോർമാറ്റിൽ തന്നെ എഴുതി വെക്കാം. അതേപോലെ അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആദ്യം ഒരു റെഫറൻസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പോപ്പുലേഷനെ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് നമ്മളുടെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ത്രോംബോസൈറ്റോപീനിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് പോപ്പുലേഷൻ, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, സൂയിറ്റബിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ സ്റ്റഡി പോപ്പുലേഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കേസിൽ എക്സാമ്പിൾ എടുക്കാം. ഇതാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ആളുകളാണ് എൻ്റെ ടാർഗറ്റ്. അതിൽ സ്റ്റഡി പോപ്പുലേഷനെ ഞാൻ എന്ത് ചെയ്യാണ് എടുക്കാൻ വേണ്ടിയിട്ട് സൂയിറ്റബിൾ സാമ്പിൾ, അതായത് ഞാൻ പറഞ്ഞു 40 to 50 ഇയേഴ്സ് ആയിട്ടുള്ള ഡെങ്കു പേഷ്യൻസ് ആണ് എൻ്റെ സ്റ്റഡി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറൗണ്ട് ഒരു 40 lakhsോളം വരുന്ന പോപ്പുലേഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 100% എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പോപ്പുലേഷന് കളക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ പോപ്പുലേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് മേക്ക് നെസസറി എക്സ്ക്ലൂഷൻസ്, അതായത് ചില ആളുകൾ എന്ത് ചെയ്യാം, നമ്മൾ പേപ്പർ ഒപ്പിടിപ്പിക്കും. ഈ ഒരു ഡ്രഗ് ഞാൻ നിങ്ങളുടെ ഇതിൽ ബോഡിയിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിന് നിങ്ങൾ വില്ലിങ് ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ 200 ആളെ പോപ്പുലേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1000 ആളെ എന്ത് ചെയ്യാണ്, കണ്ടെത്തി വെക്കുകയാണ്. ഈ 1000 ആളെ കണ്ടെത്തി വെക്കുന്നതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം നമുക്കത് പുതിയൊരു ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ 1000-ന് നമുക്കറിയാം ഈ ഒരു ഫാക്ടറിയിൽ വരാത്ത, ഇപ്പോൾ 1000-ൽ 30 വയസ്സിലൊക്കെ താഴെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ഞാൻ എന്ത് ചെയ്തു, എക്സ്ക്ലൂഡ് ചെയ്തു അല്ലേ. അതിനാണ് എന്ത് ചെയ്യുക, ദോസ് ഹു ആർ നോട്ട് എലിജിബിൾ എന്നുള്ളത് നമുക്ക് വരുത്താൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഞാനിങ്ങനെ ഒരു ഇതിന് പരീക്ഷണത്തിന് തയ്യാറാണ്, അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ എൻ്റെ ബോഡിക്കും എൻ്റെ സമ്പത്തിനും അത് നഷ്ടമുണ്ടാക്കും, അതെനിക്ക് ബോധ്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസെൻറ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 1000-ൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു 800ഓളം ആളുകൾ എനിക്ക് എന്ത് ചെയ്തില്ല, കൺസെൻറ്റ് തന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ദോസ് ഹു നോട്ട് ഗീവ് കൺസെൻറ്റ്.
അങ്ങനത്തെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് ഈ 1000-ൽ എത്ര പേരെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ? 200 പേര്. ഈ 200 പേരെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? റാൻഡമൈസ്ഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 40 lakh മലപ്പുറം ഡിസ്ട്രിക്ട് പോപ്പുലേഷനിൽ നിന്ന് ഞാൻ 1000 ആയിട്ടുള്ള സ്റ്റഡി പോപ്പുലേഷൻസ് എടുത്തു. അതിനൊരു 800 പേര് എക്സ്ക്ലൂഡായി, എന്തൊക്കെ പറഞ്ഞിട്ട് കൺസെൻറ്റ് തന്നില്ല, ആ രീതിയിൽ ഒഴിഞ്ഞുപോയി. ഇനി ബാക്കി വരുന്ന പിന്നെ 200 പേര്, അതാണ് നമ്മളുടെ പോപ്പുലേഷൻ, പക്ക സ്റ്റഡി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണെന്ത്? എക്സ്ക്ലൂഷൻസ് ഉണ്ടാക്കി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? 2 ഗ്രൂപ്പുകളാക്കിയിട്ട് അവരെ റാൻഡമൈസ് ചെയ്യും. റാൻഡമൈസ് ചെയ്യുക, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ റാൻഡമൈസേഷൻ നടത്തിയതിന് ശേഷം ഞാൻ 2 ഗ്രൂപ്പാക്കി. റാൻഡമൈസേഷന് ശേഷം എന്തൊക്കെയാണ്? ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ത്രോംബോസൈറ്റോപെനിയുടെ പുതിയ ഡ്രഗ് കൊടുത്ത ഗ്രൂപ്പ്. മറ്റൊന്ന് കൺട്രോൾ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഓൾഡർ ഡ്രഗ് അല്ലെങ്കിൽ ഒരു ഡ്രഗും കൊടുക്കാത്ത അല്ലെങ്കിൽ പ്ലാസിബോ കൊടുത്ത, ഈ 3 സിറ്റുവേഷൻസ് നമുക്ക് വരാം. ആ കൺട്രോൾ ഗ്രൂപ്പിന് ഞാൻ എന്ത് ചെയ്തു? റാൻഡമൈസ് ചെയ്ത് ഈക്വലി എല്ലാ പ്രോപ്പർട്ടീസും കൊടുത്ത് ഡിവൈഡ് ചെയ്തു. അതായത് ഇതിൽ 50 മെയിലാണെങ്കിൽ ഇതിലും 50 മെയിൽ വരണം. ആ രീതിയിൽ എന്ത് ചെയ്തു? റാൻഡമൈസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ആക്കി. അതിനുശേഷം പാർട്ടിൽ പറയുന്ന ഒഫീഷ്യൽ വേർഡ്സ് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ആൻഡ് ഫോളോ അപ്പ്, അതായത് നമ്മളുടെ ഡ്രഗിനെ അവരിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂൻ ചെയ്തു, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. മാനിപ്പുലേറ്റ് ചെയ്യുക, ആ പേഷ്യൻറ്റിനെ നമ്മൾ ഈ ഡ്രഗ് കൊടുത്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റം വരുത്തുക. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്? ഫോളോ അപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മാനിപ്പുലേഷൻ ആൻഡ് ഫോളോ അപ്പ്, അതായത് ഒരു ഡ്രഗ് കൊടുത്തു, ഞാനൊരു ഇൻട്രാക്ഷൻ നടത്തി. അതേപോലെ ഫോളോ അപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അവരെ ഞാൻ എന്ത് ചെയ്തു? 2-3 ആഴ്ച ഈ ഡ്രഗിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്തു, ഈ ത്രോംബോസൈറ്റോപെനിയുടെ ഡ്രഗ്. അതാണെന്ത്? മാനിപ്പുലേഷൻ ആൻഡ് ഫോളോ അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അസസ് ചെയ്യും, അസസ്മെൻറ്റ് അല്ലെങ്കിൽ അനാലിസിസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇതാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി ഡിസൈനിൻ്റെ ഒഫീഷ്യൽ പാർക്കിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? നമ്മൾ RCTയുടെ സ്റ്റെപ്സ്, നമ്മൾ ഹൗ വിൽ യു പ്രൊസീഡ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് 4 മാർക്സ് പറയുമ്പോൾ ഈ 2 ഞാൻ ഇപ്പോൾ കാണിച്ചതും ഈ കാണിച്ചിട്ടുള്ളതും, അതായത് ടാർഗറ്റ്, സ്റ്റഡി, എക്സ്ക്ലൂഷൻ, റാൻഡമൈസേഷൻ, അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ, കൺട്രോൾ, ദെൻ മാനിപ്പുലേഷൻ ആൻഡ് ഫോളോ അപ്പ് 2 ഗ്രൂപ്പിനും ചെയ്യും, ദെൻ അസസ്മെൻറ്റ്. ഓക്കെ, ഈ രീതിയിലാണ് RCTയുടെ ഒഫീഷ്യൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ. പിന്നെ ഈ ജനറൽ സ്റ്റെപ്സ് അപ്ലൈയിങ് ടു അവർ സിനാരിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ RCTയുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സാം വരുന്ന സമയത്ത് ഒരു ഹൈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുക, അല്ലാത്തപ്പോൾ കുറഞ്ഞ സമയത്ത് പഠിക്കുക എന്നുള്ളത് ഒരു റിസ്കിയർ വേ ആണ്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? ഓൾവേസ് ഒരു കോൺസ്റ്റൻറ്റ് ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയർ ആയിട്ട് നമ്മളുടെ ടാർഗറ്റ് എന്ത് ചെയ്യാൻ കഴിയും? ക്രാക്ക് ചെയ്യാൻ കഴിയും. എന്തായാലും കീപ് ഹാർഡ് വർക്കിംഗ്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു മാർക്കോട് കൂടി തന്നെ നമ്മുടെ എക്സാംസ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മളെന്താണ് ഒരു നോളജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കീപ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.